നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു.ഡി.എഫിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മുൻ എം.എൽ.എ പി.വി. അൻവറിനെ കൂടെ നിർത്തി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസിന്റെ നീക്കം. കോൺഗ്രസ് നേതാക്കൾ നാളെ അൻവറുമായി കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, നിലമ്പൂർ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ചുവരെഴുത്തെല്ലാമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ചുവരെഴുത്തെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു എന്നത് കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തിലേക്കാണോ ചൂണ്ടുന്നത്? ഇത്തരത്തിൽ അൻവറിനെ അല്ലെങ്കിൽ അൻവർ ഫാക്ടർ ഇറക്കിക്കൊണ്ട് നിലമ്പൂരിനെ നേരിടാനായിരിക്കുമോ കോൺഗ്രസിന്റെ നീക്കം? അതില്ല, വളരെ താമസമില്ലാതെ തന്നെ 2-4 ദിവസത്തിനുള്ളിൽ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നുള്ള വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. നിലവിൽ നിലമ്പൂരിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച ചർച്ചകൾ ചൂടുപിടിച്ച് യു.ഡി.എഫിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് സംബന്ധിച്ച വ്യക്തമായൊരു ധാരണയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട 2 പേരുകൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുള്ളത്. ഒന്ന് നേരത്തെ തന്നെ അവിടുത്തെ എം.എൽ.എ ആയിരുന്ന ആര്യാടൻ ഷൗക്കത്തിൻ്റെയും രണ്ടാമത്തേത് വി.എസ്. ജോയിയുടെയുമാണ്. ഈ 2 പേരുകളും കോൺഗ്രസിൻ്റെ സജീവ പരിഗണനയിലുണ്ട്. എന്നാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭ്യമാകും എന്നുള്ള കാര്യത്തിലൊക്കെ പിന്നീട് തീരുമാനമെടുക്കും. അത് ഹൈക്കമാൻഡായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അതേസമയം പി.വി. അൻവറിൻ്റെ താല്പര്യം വി എസ് ജോയിയെ മത്സരിപ്പിക്കണം എന്ന ഒരു താല്പര്യം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല യു.ഡി.എഫിലേക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായ പി.വി. അൻവർ ഇതുവരെയായും എത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്, പുരോഗമിച്ച് വരികയാണ്. കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിലെ യു.ഡി.എഫ് ഘടകത്തോട് ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു വിയോജിപ്പ് ഉണ്ട്. അവർ കൃത്യമായി പറയുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ തൃണമൂൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ പി.വി. അൻവറിനെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയായി നിലവിലെ സാഹചര്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അന്ന് വലിയ തരത്തിലുള്ള പ്രതിസന്ധിക്ക് വഴിവെക്കും എന്നൊരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഹൈക്കമാൻഡിൻ്റെ തീരുമാനവും ഇക്കാര്യത്തിൽ അന്തിമമായിരിക്കും. ഹൈക്കമാൻഡ് ഇതുവരെയായും ഒരു പൂർണ്ണ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അതേസമയം ദേശീയ തലത്തിൽ കോൺഗ്രസുമായൊക്കെ ധാരണയുണ്ടെങ്കിൽ പോലും കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നാളെ ഒരുപക്ഷെ നടക്കുമെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ അവസാനമായി ലഭ്യമാകുന്ന വിവരം ഒരു തരത്തിലും പി.വി. അൻവറിൻ്റെ ഒരു പിടിവാശി അംഗീകരിക്കേണ്ട എന്നുള്ള ചില നേതാക്കന്മാരുടെ അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പി.വി. അൻവർ പോലുള്ള ഒരു നേതാവ് ഇടപെടേണ്ട കാര്യമില്ല. അത് കോൺഗ്രസിനകത്തുള്ള അല്ലെങ്കിൽ യു.ഡി.എഫിനകത്തുള്ള ഒരു ആഭ്യന്തര പ്രശ്നമാണ്. അത് യു.ഡി.എഫും കോൺഗ്രസും തമ്മിൽ ചർച്ച ചെയ്ത് അത് പ്രശ്നം പരിഹരിക്കപ്പെടും. എന്നാൽ മറ്റൊരാളുടെ പിടിവാശിക്ക് മുമ്പിൽ കീഴടങ്ങുന്നത് അത് കോൺഗ്രസിൽ വരും ദിവസങ്ങളിൽ ദോഷം ചെയ്യും എന്നുള്ള ഒരു ചർച്ച കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും നാളെയോടുകൂടി തന്നെ പി.വി. അൻവറുമായി ഒരു ചർച്ച നടത്തി അനുനയിപ്പിച്ച് കൂടെ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കം. നിലവിൽ ഇവിടെ നിലമ്പൂരിലെ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ് തന്നെ ഒരു ഇമെയിലിലൂടെ തന്നെ ഒരു വാചകം പുറത്തുവിട്ടിരുന്നു. കാരണം LDFിൻ്റെ പ്രതിനിധിയായി പി.വി. അൻവർ നിലമ്പൂരിലുണ്ടായിരുന്ന സമയത്ത് കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നില്ല. അന്ന് വലിയ തരത്തിലുള്ള വീഴ്ചകൾ പി.വി. അൻവറിൻ്റെ ഭാഗത്തുണ്ടായി. ഒരു പക്ഷേ അദ്ദേഹം യു.ഡി.എഫിനോടൊപ്പം ചേരുമ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ട് നല്ലൊരു നേതാവായി പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടി പങ്കുവെച്ചുകൊണ്ടൊരു ഇമെയിൽ സന്ദേശം ഇന്ന് പുറത്തു വന്നിരുന്നു. എന്തായാലും അൻവറിനെ പിന്തുണച്ചും ഒപ്പം തള്ളിപ്പറഞ്ഞും ഒക്കെ നേതാക്കന്മാരുണ്ടെങ്കിൽ പോലും അൻവറിനെ പിണക്കി മുന്നോട്ട് പോകേണ്ട എന്ന് തന്നെയാണ് KPCC നേതൃത്വത്തിൻ്റെയും ഹൈക്കമാൻഡിൻ്റെയും തീരുമാനം. കാരണം അദ്ദേഹത്തിൻ്റെ പക്കൽ ജയിക്കുവാൻ പ്രാപ്തമായ തരത്തിലുള്ള പിന്തുണ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. അതുല്യ.